വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. ചീഫ് ജസ്റ്റിസ് ബി ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല വിധി പ്രസ്താവിക്കുന്നത്. മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. പൊതു സ്വകാര്യ ഭൂമികളുടെ കയ്യേറ്റം തടയുന്നതിനാണ് നിയമ ഭേദഗതിയെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നിൽ കേന്ദ്രത്തിന് ഗൂഢോദ്ദേശമുണ്ടെന്നാണ് ഹർജിക്കാർ വാദിച്ചിരുന്നത്. വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടാണ് നിയമ ഭേദഗതിയെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഇടക്കാല ഉത്തരവ് വരെ വഖഫ് സ്വത്തുക്കളിൽ മാറ്റം വരുത്തില്ല എന്നും വഖഫ് ബോർഡുകളിൽ നിയമം നടപ്പാക്കില്ല എന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് നിർണായകമാണ്. നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ വിശദമായ വാദം കേൾക്കൽ പിന്നീട് മാത്രമേ ഉണ്ടാകൂ.